പ്രമേഹം ഒരുപാട് നാളുകൾക്ക് ശേഷം മലയാളത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വന്നു. അതും ഒരു ഹൊറർ ത്രില്ലർ. ടീസറിലും ട്രെയിലറിലും നമുക്ക് കണ്ടപ്പോൾ കഥയെ പറ്റിയൊന്നും കൂടുതൽ ഐഡിയ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഒരു ക്യൂരിയോസിറ്റി, പടം എന്താണ് പറയാൻ പോകുന്നത് നമുക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ നല്ല രീതിയിൽ അത് ബിൽഡപ്പ് ചെയ്തായിരുന്നു. അപ്പം വലിയ പ്രൊമോഷൻ ഒന്നും ഇല്ലാതെ വന്ന ഈ സിനിമ ഇന്ന് റിലീസായി, പോയി കണ്ടു. ട്രെയിലറിൽ നിന്നും ടീസറിൽ നിന്നും കണ്ട ഒരു ക്യൂരിയോസിറ്റി തുടക്കം മുതൽ അവസാനം വരെയും എനിക്ക് നല്ല രീതിയിൽ കിട്ടി. അതായത് സിനിമാറ്റോഗ്രാഫി ആവട്ടെ, ഡയറക്ഷൻ, പിന്നെ ആക്ടിങ്, പിന്നെ BGM, അങ്ങനെ എല്ലാ ഭാഗത്തും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന നല്ല രീതിയിൽ ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആയ ഒരു സിനിമയാണ് ഭ്രമയുഗം. ഒരു പക്കാ ഹൊറർ സിനിമ എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ പോകരുത്. കാരണം പേഴ്സണലി എനിക്ക് ഈ ഒരു സിനിമ ഹൊറർ ആയിട്ട് ഫീൽ ചെയ്തില്ല. ഒരു ത്രില്ലർ, തുടക്കം മുതൽ അവസാനം വരെ ഒരു ത്രില്ലർ മൊമെന്റം കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ് പ്രമേഹം. അതില് ഹൊറർ എലമെന്റ്സ് ഒരുപാട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഹോളിവുഡ് സിനിമ, അതായത് കോഞ്ചറിങ്, പിന്നെ അതുപോലത്തെയൊക്കെ ഒരുപാട് സിനിമകളുണ്ട്. അപ്പൊ അതിലത്തെയൊക്കെ പോലത്തെ ഹൊറർ സീൻസ് നമ്മൾ മലയാളത്തിൽ കൊണ്ടുവരാൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്. പക്ഷേ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം നല്ല അടിപൊളി ഫ്രെയിംസും കാര്യങ്ങളും ഉപയോഗിച്ച് അവരായിരുന്നാൽ കുറെ ഹൊറർ എലമെന്റ്സ് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് ആ ഒരു ഹൊറർ എലമെന്റ്സ് എന്നിലേക്ക് അങ്ങനെ കൺവേ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്കത് ഹൊററായിട്ട് ഫീൽ ചെയ്തില്ല. എനിക്ക് എൻഡ് ടു എൻഡ് നല്ലൊരു ത്രില്ലർ സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യമായിരുന്നു സിനിമാറ്റോഗ്രാഫി. കാരണം ഓരോ ഫ്രെയിംസും നമ്മളെന്താ പറയുക, മുഖത്തടിച്ചു പോലെയൊക്കെ ഒരു കാര്യം നമ്മളോട് പറയാന്നൊക്കെ പറയില്ലേ, അപ്പം ഓരോ ഫ്രെയിംസും അങ്ങനെയായിരുന്നു. കാരണം ആദ്യം മഞ്ഞ് കാണിച്ചിട്ട് തൊട്ടടുത്ത നിമിഷം നല്ല കത്തിയാണെന്ന് തീ കാണിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയായിരുന്നു ഓരോ ഫ്രെയിംസും. ഞാൻ ആദ്യം പറഞ്ഞു ഹൊറർ എലമെന്റ്സിന്റെ കാര്യം. അപ്പൊ ഇതുപോലത്തെ ഹൊറർ എലമെന്റ്സ് കുറെ അധികം ഈ നല്ല ഫ്രെയിംസിൽ കൂടിയാണ് നമ്മുടെ സിനിമാറ്റോഗ്രാഫി പിന്നെ ഡയറക്ടർ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പോലും എന്താ പറയാ നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരാൾ നടന്നു പോകുമ്പോൾ ആ നടന്നു പോകുന്ന ഫ്രെയിമിൽ നിന്ന് തൊട്ടടുത്ത ഫ്രെയിം വരുന്നത് ആ വഴിയുടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ചിലന്തി വരെ കാണിക്കുക. അതൊക്കെ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത്രയധികം നമ്മളിലേക്ക് അത് കൺവേ ചെയ്യാൻ മറ്റൊരു സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ സിനിമ എടുക്കാനുള്ളൊരു കാര്യം, അത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളത് 100% സക്സസ് റേറ്റ് എന്ന് ഞാൻ പറയും. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല മറ്റൊരു കളർ സിനിമ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ത്രില്ലിംഗ് ആയിട്ടുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം, ഈ സിനിമ നടക്കുന്ന വളരെ വളരെ പഴയ കാലഘട്ടത്തിലാണ്. അത് സിനിമ ഞാൻ കഥ പറയുന്നില്ല, അപ്പൊ ഏറ്റവും അവസാനത്തെ സീൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പടം നടക്കുന്ന ഏത് കാലഘട്ടത്തിലാണെന്ന്. പടം തുടങ്ങുമ്പോഴും ഏത് കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത് നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കഥ പറയുന്നത് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായിരുന്നു. പിന്നെ രണ്ടാമത്തത്, ഈ ഹൊറർ എലമെന്റ്സും ഈ ത്രില്ലിംഗ് ഫാക്ടേഴ്സും ഒക്കെ നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്തുകൊണ്ടും നല്ലതായിരുന്നു. കാരണം ആ ഒരു സീൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നാല് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൺവേ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ആക്ടിങ്ങും. എനിക്ക് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. കാരണം മമ്മൂക്ക ഓരോ ദിവസവും ഓരോ സിനിമകളിൽ കൂടി നമ്മളെ എന്താ പറയാ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ട്രെയിലറിൽ മമ്മൂക്കയുടെ ഏറ്റവും അവസാനത്തെ ആ 2 സെക്കൻഡിലെ ആ ഒരു സീൻ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. നമ്മുടെ ചാനലിലെ ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുവരെ കാണാത്തൊരു മമ്മൂക്കയുടെ പെർഫോമൻസ് ആയിരിക്കും എന്ന്. അത് എന്താ പറയാ 10 മടങ്ങ് 11 മടങ്ങായിരുന്നു മമ്മൂക്കയുടെ പെർഫോമൻസ് ഈ ഓൺ സ്ക്രീനിൽ വരുമ്പോൾ. കാരണം നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസും ആ ഒരു ചിരി, ആ ഒരു ഡയലോഗ് ഡെലിവറി, ഇമോഷൻസും സൈലന്റ് ആയിട്ട് ഒന്നും ചെയ്യാതെ മമ്മൂക്ക ഒരു കസേരയിൽ ഇരിക്കുമ്പോഴും നമുക്ക് അഭിനയങ്ങൾ മമ്മൂക്കയുടെ ഫേസിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു മമ്മൂക്കയുടെ. മമ്മൂക്കയുടെ ഫസ്റ്റ് സീൻ, അതായത് മമ്മൂക്ക വരുന്നതിന് മുന്നേ തന്നെ മമ്മൂക്കയുടെ കസേര മുതൽ നമുക്ക് തിയേറ്ററിലെ കയ്യടി കേൾക്കാമായിരുന്നു. ആദ്യം കസേരയ്ക്ക്, പിന്നെ മമ്മൂക്കയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന കഥക്, പിന്നെ കഥകിൽ മമ്മൂക്ക പിടിക്കുന്ന കൈവിരലുകൾ, പിന്നെ മെതിയടി, പിന്നെ വടി. അതും കഴിഞ്ഞിട്ടാണ് മമ്മൂക്കയെ കാണിക്കുന്നത്. എങ്ങനെ മമ്മൂക്ക ആദ്യം കസേര വന്നിരിക്കുന്നു, കസേര ഇരിക്കുമ്പോൾ കസേരയുടെ പിന്നിൽ നിന്നുള്ള ഷോട്ടാണ് ആദ്യം മമ്മൂക്കയെ കാണിക്കുന്നത്. അതുകൊണ്ട് മമ്മൂക്കയുടെ സൗണ്ട്, പിന്നെ അതിനു ശേഷമാണ് മമ്മൂക്കയുടെ ഫേസ് കാണിക്കുന്നത്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. ആ മുറുക്കാനൊക്കെ ചവച്ച് അതൊന്ന് തുപ്പിയിട്ട് ഒരു ചിരിയും പാസ്സാക്കി മമ്മൂക്കയുടെ ഡയലോഗ് ഡെലിവറി ഉണ്ട്. അപ്പോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇടം മനസ്സിലാക്കണം എന്താണ് മമ്മൂക്കയുടെ ഓൺ സ്ക്രീൻ പെർഫോമൻസ് എന്നത്. അതിനുശേഷം സിദ്ധാർത്ഥ് ഭരതനും നമ്മളുടെ അർജുൻ അശോകനും, ഇവര് രണ്ടുപേരും കട്ടയ്ക്ക് നിന്നാണ് അഭിനയിച്ചത്. രണ്ടുപേരും അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. സിനിമയിൽ ആകെ 5 ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. അമാൽഡ ലിസും പിന്നെ വേറൊരു ക്യാരക്ടറും കൂടിയുണ്ട്. ഇവരെല്ലാം കൂടി 5 പേരുള്ളതിൽ
തുടക്കം മുതൽ ഒടുക്കം വരെയും മമ്മൂക്ക, സിദ്ധാർത്ഥ് ഭരതൻ, പിന്നെ അർജുൻ അശോകൻ, ഇവര് 3 പേരുമാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ളത് അർജുൻ അശോകനാണ്. അർജുൻ അശോകൻ ഇതിലൊരു പാണന്റെ റോളാണ്. അപ്പം പാട്ടിന് പ്രാധാന്യം നൽകുന്ന ഒരു റോളാണ് നമ്മുടെ അർജുൻ അശോകന്റെ. അപ്പം അതിന് അനുയോജ്യമായ രീതിയിലുള്ള 2-3 പാട്ടുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതും ഓരോ സീനിനും ഉതകുന്ന രീതിയിൽ അതിൽ ഓരോ എന്താ പറയാ ത്രില്ലിംഗ് ഫാക്ടേഴ്സ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ മറ്റൊരു സ്ട്രോങ് പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും പ്ലോട്ട് ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലോട്ടിനെ അതിന്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി, പിന്നെ ആക്ടിങ്, പിന്നെ സിനിമാറ്റോഗ്രഫി കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് നമ്മളിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കി നമുക്ക് 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2.25 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഡയറക്ടർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ പ്ലോട്ടിനെ പറ്റി ഞാൻ കൂടുതലൊന്നും റിവീൽ ചെയ്യുന്നില്ല. കാരണം പ്ലോട്ട് ഞാൻ പറഞ്ഞല്ലോ 1-2 സെന്റൻസിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ്. സോ അത് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ പോയി കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടും. സോ അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. അല്ലാതെ ഞാൻ എന്തായാലും റിവീൽ ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ആക്ടിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയാണ് പ്രമേഹം. വെറും 3 പേരെ വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു 5 പേരാണ് സിനിമയിൽ മൊത്തത്തിലുള്ളത്. ഈ 5 പേരിൽ സിദ്ധാർത്ഥ് ഭരതൻ, പിന്നെ അർജുൻ അശോകൻ, പിന്നെ മമ്മൂക്ക, ഇവര് 3 പേരുമാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ള അർജുൻ അശോകന്റെ പെർഫോമൻസ്, പിന്നെ മമ്മൂക്ക, സിദ്ധാർത്ഥ് ഭരതൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവര് 3 പേരെ വെച്ചിട്ടാണ് ഈ 2.25 മണിക്കൂർ പടം റൺ ചെയ്യുന്നത്. അത് ഒരു ഡയറക്ടർ ബ്രില്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവർക്ക് കൂടുതൽ ഡയലോഗുകൾ അത്ര കൂടുതലില്ല. മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡയലോഗ്സ് കുറവാണ്. കൂടുതലും ഭാവ അഭിനയങ്ങളും പിന്നെ ഓരോ ഷോട്ട്സും, അത് പറഞ്ഞ പോലെ ഒരു മഴത്തുള്ളി വീഴുന്നതോ അല്ലെങ്കിൽ ഒരു മരം കാറ്റത്ത് ആടുന്നത്, പക്ഷി അല്ലെങ്കിൽ ഈ വവ്വാല് പറക്കുന്നത്, അങ്ങനത്തെ കുറെ ഷോട്ടുകൾ. അപ്പൊ കുറെ ഷോട്ട്, പിന്നെ കുറെ സൈലൻസ് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ 2.25 മണിക്കൂർ പോകുന്നത്. ഈ 2.25 മണിക്കൂറിൽ ഈ 3 പേരുടെ ആക്ടിങ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ സിനിമയിൽ പിടിച്ചിരുത്തുന്നത്, നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. സോ രാഹുൽ സദാശിവന്റെ പ്രമേഹത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടം ഒരു ഹൊറർ ത്രില്ലർ ജേണലാണ് വരുന്നത് എന്നുണ്ടെങ്കിലും എനിക്ക് പടം കൂടുതലും ത്രില്ലർ ആയിട്ടാണ് തോന്നിയത്. പക്ഷേ എനിക്ക് തോന്നിയ ഈ കാര്യം മറ്റൊരാൾക്ക് തോന്നണമെന്നില്ല. കാരണം അയാൾക്ക് ചിലപ്പോൾ കൂടുതലും ഹൊറർ ആയിട്ടായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. കാരണം ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞു, ഇതിൽ കുറെ ഹൊറർ എലമെന്റ്സ് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഒരുപാട് ഹൊറർ സിനിമകൾ കാണുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു എലമെന്റ്സ് ഹൊറർ ആയിട്ട് തോന്നിയില്ല. മോസ്റ്റ്ലി ഒരു ക്യൂരിയോസിറ്റി പ്ലസ് ത്രില്ലർ പോലെയാണ് എനിക്ക് തോന്നിയത്. സോ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അറിയിക്കുന്ന സിനിമ തന്നെയാണ് പ്രമേഹം. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, ബാക്കി നിങ്ങൾ കണ്ടു നോക്കുക. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.